നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള സാഹിത്യ അക്കാദമിയുടെ സർവ്വദേശീയ സാഹിത്യോത്സവത്തിന് തൃശ്ശൂരിൽ തിരിതെളിഞ്ഞു. ലോകത്തിനു മുന്നിൽ കേരളത്തിന് വെക്കാനുള്ള മതനിരപേക്ഷ ബദലാണ് ILFK എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരള സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയം ഇനി മുതൽ സാഹിത്യ അക്കാദമി MT ഓഡിറ്റോറിയം. സാഹിത്യോത്സവം 21 വരെ. കൊഴിഞ്ഞമ്പാറ അത്തിക്കോട് സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ 2ാം ക്ലാസ്സുകാരി ശരീരത്തിലൂടെ ബസ് കയറിറങ്ങി മരിച്ചത് കൊഴിഞ്ഞമ്പാറ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥി. അപകടം രക്ഷിതാവിനൊപ്പം സ്കൂട്ടറിൽ സ്കൂളിലേക്ക് പോകുന്നതിനിടെ പാലക്കാട് പൊള്ളാച്ചി പാതയിൽ വടക്കാഞ്ചേരിയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണ യുവാവിന് ഗുരുതര പരിക്ക്. ചെമ്പൈ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് മന്ത്രി VN വാസവൻ. സംഗീതത്തിലൂടെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉയർത്തിപ്പിടിച്ചത് വിശ്വമാനവികതയുടെ സന്ദേശം. കോട്ടായിൽ ചെമ്പൈ സംഗീതോത്സവം സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ സർക്കാർ ആത്മാർത്ഥ ശ്രമം നടത്തുന്നുണ്ടെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. നിർമ്മാണ പ്രവൃത്തികൾക്ക് പ്രതികൂല കാലാവസ്ഥ തിരിച്ചടിയാകുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മഴ. തൃശ്ശൂരിലെ ഇരട്ട വോട്ട് വലിയ തെറ്റെന്നും സ്പീക്കർ. വാർത്തകൾ വിശദമായി. കേരള സാഹിത്യ അക്കാദമിയുടെ സാർവദേശീയ സാഹിത്യോത്സവമായ ILFK 2ാം പതിപ്പിന് തൃശ്ശൂരിൽ തിരിതെളിഞ്ഞു. സാഹിത്യകാരൻ വൈശാഖൻ പതാക ഉയർത്തി. സാഹിത്യ അക്കാദമി ഹാളിൽ മന്ത്രി കെ രാജൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിന് MT ഓഡിറ്റോറിയം എന്ന പേരിടലും മന്ത്രി നിർവഹിച്ചു. നുണകൾ പ്രചരിപ്പിക്കുകയും നുണകൾ ഉപയോഗിച്ച് സാഹിത്യ സൃഷ്ടി നടത്തുകയും അതിനെ സ്ഥാപിക്കുകയും ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന അന്തരീക്ഷമാണിപ്പോഴുള്ളതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ലോകത്തിനു മുന്നിൽ കേരളത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു മതനിരപേക്ഷ ബദലാണ് സാർവദേശീയ സാഹിത്യോത്സവം. കേരളത്തിൻ്റെ അതിസമ്പന്നമായ സാംസ്കാരികത മനഃപൂർവ്വം തിരസ്കരിക്കപ്പെടുന്നു എന്നതുകൂടി നാം തിരിച്ചറിയേണ്ട ഘട്ടമാണിത്. നാടിൻ്റെ സാംസ്കാരിക മുന്നേറ്റങ്ങളെ തകർക്കാൻ അസത്യ ജഡിലവും വികലവുമായ സിനിമകൾ പോലും പടച്ചുവിടുന്ന അതിഭീകരമായ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നാട് ഇന്ന് വിവിധങ്ങളായിട്ടുള്ള പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യുന്ന ഒരു നാടാണ്. കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിൽ സാഹിത്യ പ്രസ്ഥാനവും വായനശാലകളും സാംസ്കാരിക പ്രവർത്തനങ്ങളും നാടക പ്രസ്ഥാനങ്ങളും ഒക്കെ വഹിച്ച പങ്ക് ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി പിടിപ്പിക്കപ്പെട്ട ഒന്നാണ്. കേരളം കണ്ട സമാനതകളില്ലാത്ത കർഷക തൊഴിലാളി സമരങ്ങൾ എങ്ങനെയാണോ നാടിനെ ഇളക്കി മറിച്ചത്, അതുപോലെയോ അതിനേക്കാൾ കരുത്തോടെയോ കേരളത്തിലെ നാടക പ്രസ്ഥാനങ്ങളും സാഹിത്യ പ്രസ്ഥാനങ്ങളും എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും നവോത്ഥാനത്തിന്റെ നാടായി കേരളത്തെ മാറ്റാൻ നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത സംഭവങ്ങൾ കേരളത്തിലെ ചരിത്രത്തിലെ ആരാലും മറക്കാൻ പറ്റാത്ത അഭിമാനകരമായിട്ടുള്ള അടയാളപ്പെടുത്തലുകളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തിനും അപ്പുറത്ത് നാട് നേടിയ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി നാം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ബഹുസ്വരതയുടെയും ചിന്തകളെ തകർക്കാനും ഭരണഘടനയെ തന്നെ ഉന്മൂലനം ചെയ്യാനും ശ്രമിക്കുന്ന ശക്തികൾ എല്ലാ വിധത്തിലുള്ള ഫാസിസ്റ്റ് രൂപങ്ങളോടെ സാംസ്കാരിക മേഖലകളിൽ ഉൾപ്പെടെ ഇടപെടുന്ന അപകടകരമായിട്ടുള്ള ഒരു കാലത്തിന്റെ നടുവിലാണ്. ഫെസ്റ്റിവൽ ബുക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു കളക്ടർ അർജുൻ പാണ്ഡ്യന് നൽകി പ്രകാശനം ചെയ്തു. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് സർവ്വദേശീയ സാഹിത്യോത്സവമെന്ന് മന്ത്രി R ബിന്ദു അഭിപ്രായപ്പെട്ടു. ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്തിന് നൽകി പ്രകാശനം ചെയ്തു. P ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായിരുന്നു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ ഫെസ്റ്റിവൽ പരിപ്രേക്ഷ്യം അവതരിപ്പിച്ചു. സാഹിത്യ അക്കാദമിയിൽ ഓഗസ്റ്റ് 21 വരെ നടക്കുന്ന സാഹിത്യോത്സവത്തിൽ കലാസാംസ്കാരിക പരിപാടികളടക്കം 70ഓളം സെഷനുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സംവാദങ്ങൾ, പ്രഭാഷണങ്ങൾ, കുട്ടികളുടെ സാഹിത്യോത്സവം, കലാപരിപാടികൾ, നാടകം തുടങ്ങി 3 വേദികളിലായി വിവിധ പരിപാടികൾ അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട് സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ 2ാം ക്ലാസ്സുകാരി ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി മരിച്ചു. കൊഴിഞ്ഞാമ്പാറ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി നഫീസത്ത് മിസ്രിയയാണ് മരിച്ചത്.
രക്ഷിതാവിനൊപ്പം ബൈക്കിൽ സ്കൂളിലേക്ക് പോകുന്നതിനിടെ റോഡിലേക്ക് തെറിച്ചു വീണ കുട്ടിയുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി. തകർന്നു കിടക്കുന്ന പാലക്കാട് പൊള്ളാച്ചി പാതയിലാണ് ദാരുണമായ സംഭവം. കൊഴിഞ്ഞമ്പാറ പണിയാർ പാളയം സ്വദേശികളായ ദമ്പതികളുടെ മകളാണ് നഫീസത്ത് മിസ്രിയ. വടക്കാഞ്ചേരിയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണ യുവാവിന് ഗുരുതര പരിക്ക്. എങ്കേക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം ട്രാക്കിനരികിലെ പുൽക്കാട്ടിൽ യുവാവിനെ നാട്ടുകാരാണ് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. യുവാവിന് അനക്കമുള്ളതായി കണ്ടെത്തിയതോടെ ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ സർക്കാർ ആത്മാർത്ഥ ശ്രമം നടത്തുന്നുണ്ടെന്ന് സ്പീക്കർ AN ഷംസീർ. 4 മാസമായി കേരളത്തിൽ ശക്തമായ മഴയാണ്. നിർമ്മാണ പ്രവൃത്തികളെ കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മഴയാണ്. ഇതിലിപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും ആത്മാർത്ഥമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കാരണം NHAയുടെ മാഹി ബൈപ്പാസ് 2024 ഉദ്ഘാടനം ചെയ്തത്. ആ ഘട്ടത്തിൽ 2021 റിയാസ് ഉൾപ്പെടെ മന്ത്രിയായി വരുന്നത്. ആ ഘട്ടത്തിലൊക്കെ മന്ത്ലി വൈസ് മാഹി ബൈപ്പാസിൻ്റെ റിവ്യൂ നടത്തിയതാണ് മുഹമ്മദ് റിയാസ്. അതുപോലെ തന്നെ NHAയുടെ ഹോൾ സ്റ്റേറ്റിൽ അങ്ങ് കാസർഗോഡ് മുതൽ ഇന്ന് തിരുവനന്തപുരം വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മോണിറ്റർ ചെയ്യുന്ന CMO ആണ്. മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ ആത്മാർത്ഥമായി പരിഹരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം, മെയ് മാസം തുടങ്ങിയ മഴയാണ് മൺസൂൺ ഇത്തവണ അഡ്വാൻസ് ചെയ്ത് വന്നു. മെയ് കഴിഞ്ഞു, ആഗസ്റ്റ് മാസം പിന്നിടാൻ പോവുകയാണ്. 4 മാസമായി വല്ലാത്ത രീതിയിൽ മഴയാണ്. അപ്പോൾ നിർമ്മാണ പ്രവർത്തനത്തെ പ്രതികൂല കാലാവസ്ഥ ബാധിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഏതായാലും പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ജനങ്ങളുടെ വികാരത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ. അത് പരിഹരിക്കാൻ ആവശ്യമായ രീതിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദം ചെലുത്തിയും ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നടപടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് NHAയുടെ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് സ്റ്റേറ്റ് നല്ല നിലയിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമുക്ക് സമയബന്ധിത എനിക്ക് തോന്നുന്നു കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഡൗൺ സൗത്ത് ഇന്ത്യയിലെ ഡൗൺ സൗത്തായ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ക്ലൈമറ്റ് വളരെ വൾണറബിളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിർമ്മാണം. ഇപ്പോൾ എനിക്ക് അനുഭവം പറയാം. ഞാനൊരു MLA ആണ്. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞു ചിലത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വെച്ചിട്ടുള്ള ഗ്രാമീണ റോഡുകളുടെ പണി ടെൻഡർ നടപടികൾ പൂർത്തിയായി വർക്ക് തുടങ്ങാൻ പറ്റുന്നില്ല. കാരണം കാലാവസ്ഥയാണ്. തൃശ്ശൂരിലെ വോട്ട് ക്രമക്കേട് തെറ്റാണെന്നും ഒരാൾക്ക് ഒരു വോട്ട് എന്നതാണ് ശരിയെന്നും നിയമസഭാ സ്പീക്കർ പറഞ്ഞു. എല്ലാ പ്രശ്നങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 1 man 1 person 1 വോട്ടാണ്. ഒരാൾക്ക് ഒരു വോട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ പലരും പല രീതിയിൽ വോട്ട് ചെയ്തു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അല്ലെങ്കിൽ അത് ഒരു ഒതൻറ്റിക്കായി പറയാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോൾ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഒരു പൗരന് ഒരു വോട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മാൽ പ്രാക്ടീസ് വോട്ടിംഗ് പ്രോസസ്സായി വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ എല്ലാ ആളുകളും ആ നിലയിൽ പരാജയം മുന്നോട്ട് പോയിട്ടുണ്ട്. ആരോപണം ഉന്നയിക്കുന്നവർ വാനരന്മാരെന്നൊക്കെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനോടൊന്നും ഞാനിപ്പോൾ കമൻറ്റ് ചെയ്യുന്നില്ല. സംഗീതം അനശ്വരമാണ്. ചരിത്രമുള്ളിടത്തോളം ചെമ്പൈ സ്മരിക്കപ്പെടുമെന്നും മന്ത്രി VN വാസവൻ. കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വർഗവർണ്ണ വ്യത്യാസങ്ങളില്ലാതെ പെരുമാറി മാതൃക കാട്ടിയ ചെമ്പൈ സാമൂഹ്യ പുരോഗതിക്ക് കല എന്ന നിലപാട് സ്വീകരിച്ചു. സംഗീതത്തിന് ഒരു സംസ്കാരം രൂപപ്പെടുത്താൻ പരിശ്രമിച്ച ചെമ്പൈ കേരളത്തിന്റെ സംഗീത സംസ്കാരം രൂപപ്പെടുത്തി. തനിക്ക് പിന്നിൽ നിരവധി ശിഷ്യന്മാരെ വളർത്താനും ചെമ്പൈ പ്രയത്നിച്ചു. ചെമ്പൈ ഉയർത്തിപ്പിടിച്ച വിശ്വമാനവികതയുടെ സംഗീതമാണ് ഉയർത്തിപ്പിടിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. ചെയ്ത കാര്യം തന്റെ വരുമാനത്തിൽ ചെലവ് കഴിച്ചു ബാക്കി മുഴുവൻ പണവും ഗുരുവായൂർ ക്ഷേത്രത്തിന് സമർപ്പിക്കുന്ന രൂപത്തിലേക്ക് തീരുമാനമെടുത്തു എന്നുള്ളതാണ് 54-ലെ ശബ്ദം വീട്ടിൽ കിട്ടുമ്പോൾ അദ്ദേഹം എടുത്ത നിലപാട്. ഇങ്ങനെ ഗുരുവായൂർ ഭക്തൻ വിനീത വിജയദാസനായിട്ടായിരുന്നു ഗുരുവായൂരിലെ ഏകാദശി നാളിൽ തുടങ്ങിയ സംഗീത കച്ചേരി പിന്നീട് നീണ്ടു മുന്നോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇവിടെ വിജയമാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ഒരു വിശ്വമാനവികയുടെ സന്ദേശം കേൾക്കുന്ന സംഗീത വീക്ഷണം അതാണ് നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. സുവർണ ജൂബിലി ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. സുവർണ ജൂബിലി സ്മാരക തപാൽ സ്റ്റാമ്പ് കവർ, ചെമ്പൈ സംഗീതവും ജീവിതവും പുസ്തക പ്രകാശനം എന്നിവയും നടന്നു. ആലങ്കോട് ലീലാകൃഷ്ണൻ ചെമ്പൈ അനുസ്മരണ പ്രഭാഷണം നടത്തി. PP സുമോദ് MLA മുഖ്യാതിഥിയായിരുന്നു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ചെമ്പൈ സുരേഷ്, PN സുബ്ബരാമൻ, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മനോജ്,
മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, PC ദിനേശൻ നമ്പൂതിരിപ്പാട്, സ്വാഗത സംഘം ചെയർമാൻ കീഴത്തൂർ മുരുകൻ, ചെമ്പൈ ശിഷ്യ, ഗായത്രി തമ്പാൻ, സൈനുദ്ദീൻ പത്രിപ്പാല, കുഴൽമന്ദം രാമകൃഷ്ണൻ, TR അജയൻ, സദനം ഹരികുമാർ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് കോട്ടായി ചെമ്പൈ ഗ്രാമം, കോഴിക്കോട് തളി ക്ഷേത്രം, തൃശൂർ സംഗീത നാടക അക്കാദമി, വൈക്കം മഹാദേവ ക്ഷേത്രം, തിരുവനന്തപുരം ശ്രീവരാഹം, ചെമ്പൈ മെമ്മോറിയൽ ഹാൾ, ഗുരുവായൂർ തുടങ്ങി 6ഇടത്തായാണ് ചെമ്പൈ സംഗീതോത്സവം സുവർണ ജൂബിലി ആഘോഷിക്കുന്നത്. പ്രശസ്ത സംഗീതജ്ഞൻ TM കൃഷ്ണയുടെ സംഗീത കച്ചേരിയും സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കോട്ടായി ഗ്രാമത്തിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ BMS ഷൊർണൂർ മേഖലാ കമ്മിറ്റി സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് V ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. BMS മേഖലാ പ്രസിഡന്റ് NG അശോകൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ സമാപന പ്രസംഗം നടത്തി. K ഗംഗാധരൻ, C പുഷ്പരാജ്, K സോമസുന്ദരൻ, K ഉണ്ണികൃഷ്ണൻ, P കുഞ്ഞുകുട്ടൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടുക സമുദായ സാംസ്കാരിക സമിതി കുത്തന്നൂർ ഏരിയ കോട്ടായി യൂണിറ്റിന്റെ കുടുംബസംഗമവും ഓണപ്പുടവ വിതരണവും ഉന്നത വിജയികളെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. സംഘടനാ ഏരിയ സെക്രട്ടറി സുജാത കനകദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. M മണികണ്ഠൻ, TC ഗോപാലൻ, S പ്രസാദ് എന്നിവർ സംസാരിച്ചു. KK സുകുമാരൻ മാസ്റ്റർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. യൂണിറ്റ് സെക്രട്ടറി MR വിവേകാനന്ദൻ സ്വാഗതവും K ജ്യോതിക്കുട്ടി നന്ദിയും പറഞ്ഞു. വടുക സമുദായത്തിന് പൂർണ്ണ OEC പദവി നടപ്പിലാക്കുക, തൊഴിൽ മേഖലകളിൽ 1% സംവരണം ഏർപ്പെടുത്തുക, സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം ഉന്നയിച്ചു. അരുത്തിക്കോട് യൂണിറ്റ് കുടുംബസംഗമവും ഓണപ്പുടവ വിതരണവും ഉന്നത വിജയികളെ അനുമോദിക്കലും ട്രഷറർ P സുജാത സുകുമാരൻ നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി V സജിത അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KN ഉണ്ണികൃഷ്ണൻ, R രാധാകൃഷ്ണൻ, M മണികണ്ഠൻ, TC ഗോപാലൻ, സുജാത കനകദാസ്, V ജയപ്രസാദ്, K സുന്ദരൻ, T ജയാവകാശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്റൽ മണിയുമായി സഹകരിച്ച് നിയോജക മണ്ഡലത്തിൽ 5 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നു. പാലക്കാട് നഗരസഭയിൽ മണലാഞ്ചേരി വാർഡിൽ താമസിക്കുന്ന രേണുക രാമദാസ് ദമ്പതികൾക്ക് നിർമ്മിക്കുന്ന ഭവനത്തിന്റെ ശിലാസ്ഥാപനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. ചടങ്ങിൽ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, വാർഡ് മെമ്പർ മൻസൂർ മണലാഞ്ചേരി, നഗരസഭാ അംഗങ്ങളായ A കൃഷ്ണൻ, സാജോ ജോൺ, D ഷജിത് കുമാർ, FB ബഷീർ, അനുപമ പ്രശോഭ്, S സുജാത, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, മണ്ഡലം പ്രസിഡന്റുമാരായ SM താഹ, രമേഷ് പുത്തൂർ, മറ്റ് നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ, V ആറുമുഖൻ, റഷീദ് കള്ളിക്കാട്, നൗഫൽ തുടങ്ങിയവർ പങ്കെടുത്തു. നമസ്കാരം. എന്തായാലും രാഹുൽ, നമ്മുടെ ബഹുമാനായ നമ്മുടെ MLA രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ താല്പര്യം എടുത്തുകൊണ്ട് അവരുടെ മണ്ഡലത്തിൽ തന്നെ 5 വീട് നിർമ്മിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട് നഗരസഭയിൽ മൻസൂർ മണലാഞ്ചേരിയുടെ വാർഡിൽ തന്നെ രേണുക രാമദാസ് ദമ്പതികൾക്കൊരു വീട് നിർമ്മാണത്തിനൊരു തറക്കല്ലിടുകയാണ്. വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ. കാരണം എന്താ വെച്ചാൽ ഇന്ന് സ്വന്തമായിട്ടൊരു വീടില്ലാതെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് സ്ഥലമുള്ളവർക്ക് വീട് കെട്ടാൻ പോലും സാധിക്കുന്നില്ല. പാലക്കാട് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് PMAY കൊടുത്തിരുന്നുവെങ്കിലും ഇപ്പോൾ ആ പ്രവർത്തനം നിലച്ചത് കാരണം ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അത് ഒപ്പിടാത്തതിൻ്റെ പേരിൽ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ സ്ഥലമുള്ളവർക്ക് വീട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാർഷിക മസ്ദൂർ സംഘം BMS നേതൃത്വത്തിൽ ചിങ്ങം 1 കർഷക ദിനം ആചരിച്ചു. വാണിയംകുളം ചോറൂട്ടൂരിലെ മികച്ച സമ്മിശ്ര കർഷകയായ C ഇന്ദിരയെ അവരുടെ വസതിയിലെത്തി ആദരിച്ചു. BMS ഷൊർണൂർ മേഖലാ സെക്രട്ടറി ശശി ചോറൂട്ടൂർ പൊന്നാടയണിയിച്ചു. മേഖലാ വൈസ് പ്രസിഡന്റ് C പുഷ്പരാജ്, ഷീന, സുഭദ്ര, ഗോപാലകൃഷ്ണൻ, സുഭാഷ് എന്നിവർ പങ്കെടുത്തു. കണയം വെസ്റ്റ് ബോയ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വടനംകുറിശി മെഡ്സ്റ്റാർ ആശുപത്രിയുമായി സഹകരിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. കണയം വെസ്റ്റ് ബോയ്സ് ക്ലബ്ബിൽ നടന്ന ക്യാമ്പ് കുലുക്കലൂർ PHC ഹെൽത്ത് ഇൻസ്പെക്ടർ B സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സന്തോഷ്, ട്രഷറർ ജയരാജ്, രാജേഷ് വെള്ളോത്ത്, ജയകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ കളരിക്കൽ, ശശികുമാർ, KN ജയേഷ്, K ജയപ്രകാശ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇന്നിവിടെ വെസ്റ്റ് ബോയ്സ് ക്ലബ്ബും അതുപോലെ തന്നെ മെഡ്സ്റ്റാർ ഹോസ്പിറ്റൽ, നമുക്കറിയാം ഇപ്പം അടുത്ത് തന്നെ സോമൈറ്റ് ഭാഗത്ത് ഓപ്പൺ ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. ഈ 2 ആളുകളും 2 ഗ്രൂപ്പും കൂടിയിട്ട് സംയുക്തമായിട്ടാണ് നമ്മളിന്നിവിടെ ഒരു
മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള സാഹിത്യ അക്കാദമിയുടെ സർവ്വദേശീയ സാഹിത്യോത്സവത്തിന് തൃശൂരിൽ തിരിതെളിഞ്ഞു. ലോകത്തിനു മുന്നിൽ കേരളത്തിന് വെക്കാനുള്ള മതനിരപേക്ഷ ബദലാണ് ILFK എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരള സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയം ഇനി മുതൽ സാഹിത്യ അക്കാദമി MT ഓഡിറ്റോറിയം. സാഹിത്യോത്സവം 21 വരെ. കൊഴിഞ്ഞമ്പാറ അത്തിക്കോട് സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ 2ാം ക്ലാസ്സുകാരി ശരീരത്തിലൂടെ ബസ് കയറിറങ്ങി മരിച്ചു. മരിച്ചത് കൊഴിഞ്ഞമ്പാറ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥി. അപകടം രക്ഷിതാവിനൊപ്പം സ്കൂട്ടറിൽ സ്കൂളിലേക്ക് പോകുന്നതിനിടെ പാലക്കാട് പൊള്ളാച്ചി പാതയിൽ. വടക്കാഞ്ചേരിയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണ യുവാവിന് ഗുരുതര പരിക്ക്. ചെമ്പൈ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് മന്ത്രി VN വാസവൻ. സംഗീതത്തിലൂടെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉയർത്തിപ്പിടിച്ചത് വിശ്വമാനവികതയുടെ സന്ദേശം. കോട്ടായിൽ ചെമ്പൈ സംഗീതോത്സവം സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ സർക്കാർ ആത്മാർത്ഥ ശ്രമം നടത്തുന്നുണ്ടെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. നിർമ്മാണ പ്രവർത്തികൾക്ക് പ്രതികൂല കാലാവസ്ഥ തിരിച്ചടിയാകുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മഴ. തൃശൂരിലെ ഇരട്ട വോട്ട് വലിയ തെറ്റെന്നും സ്പീക്കർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.